എത്രയോ പത്രക്കാരികൾ വന്നിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടാ, അയ്യോ ഇതിന് മുഖ്യമന്ത്രിൻ്റെ വീടാണ്, ഒരു ഒറ്റ കാറ് പോലും കാണുന്നില്ലല്ലോ, നീ അമ്പലത്തിൽ പോയിക്കോ, പക്ഷെ നീ എന്നോട് വരാൻ ആവശ്യപ്പെടാതെ, എൻ്റെ പൈസ ആവശ്യപ്പെടാൻ വരില്ല, സഖാവിൻ്റെ പൈസ ഒക്കെ ചോദിക്കാൻ പാടില്ല. ആദ്യത്തെ കാർഷിക പെൻഷൻ നടപ്പിൽ വെച്ചത് നടന്നിട്ട് ഫോട്ടോ കൊടുത്തിന്, മറ്റേ ഇപ്പം ശബ്ദം ഒന്നിലും കാണുന്നില്ലല്ലോ, അത് നോക്കി. അതേപോലെ തന്നെ അതിനകത്ത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട, ഞാൻ ക്ലിഫ് ഹൗസിൽ വരുമ്പോൾ ഞാൻ ടീച്ചറോട് ചോദിച്ചിട്ടുണ്ട്, അവിടെ ശ്രീകൃഷ്ണന്റെ വിഗ്രഹം ഒരു പൂജാമുറിയിട്ട് ഞാൻ ഫോട്ടോ എടുത്തോട്ടെ എന്ന്. നമ്മളന്ന് പരിചയമില്ല, വലിയ പരിചയമൊന്നുമില്ല. ടീച്ചറോട് നീ എന്താ കരുതിയത്, ഞാനിവിടെ വിളക്ക് കൊളുത്തുന്നതിന് എന്റെ സഖാവ് എന്നോട് വേണ്ടാന്ന് പറയുമോ? എന്റെ ഭക്തി എന്റെ കാര്യമൊന്നും, അത് ടീച്ചറുടെയും സഖാവിന്റെ ഒരു സ്റ്റാൻഡായിരുന്നു. അതൊന്ന് പറയുമോ? അതെ, അതന്നെ പറയാനുള്ളൂ. നീ 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 അമ്പലത്തിൽ പോയിക്കോ, പക്ഷെ നീ എന്നോട് വരാൻ ആവശ്യപ്പെടാതെ, എൻ്റെ പൈസ ആവശ്യപ്പെടാൻ വരില്ല, സഖാവിൻ്റെ പൈസ ഒക്കെ ചോദിക്കാൻ പാടില്ല. സഖാവിന്റെ പൈസ അപ്പൊ പൈസ തരാണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. നമുക്കൊരു മാസം ചെലവ് ഉള്ള പൈസ എന്ന് എടുത്ത് ഞങ്ങൾക്ക് പോവാം. അതുകൊണ്ട് നീ എന്നോട് അമ്പലത്തിൽ പോകാൻ പൈസ ഒക്കെ ചോദിക്കാൻ പാടില്ല. പക്ഷെ സഖാവിനെ അങ്ങനെ ഇപ്പൊ ഞാൻ അമ്പലത്തിൽ പോകുന്നു, ഈ അമ്പലത്തിൽ ഞങ്ങൾ കുട്ടിയിലെ സഖാവ് ഈ അമ്പലത്തെ കുളത്തിനാണ് കുളിക്കുക. ഇവര് ഈ സഖാവിന്റെ ഇടയമ്മേനെ കരക്കാട്ട് അതിനകത്ത് വലിയ കാശ് കല്യാണം കഴിച്ചു. ആ ഇളയമ്മക്ക് കുളിക്കാൻ വേണ്ടി കരക്കാട്ട് അതിനകത്ത് കുളപ്പര ഉണ്ടാക്കിയത്. ഇന്നും അതിന്റെ സ്മാരകമായിട്ട് നിൽക്കുന്ന സഖാവിന്റെ ഇളയമ്മക്ക്. അങ്ങനെ ഈ കുളത്തിൽ നിന്നാണ് നീന്തി കുളിക്കുക. അന്നേരം ഞാൻ സ്കൂളിൽ പോയത് വന്ന് വൈകുന്നേരം കുളത്തിൽ നിന്ന് കുളിച്ചിട്ടേ വീട്ടിലേക്ക് കയറാൻ കുളിക്കാൻ മാത്രല്ല, മറ്റേ ഗാന്ധിത്തൊപ്പി എടുത്ത് ഒളിക്കുകയും വേണം. അത് ഗാന്ധി കോൺഗ്രസ്സുകാരായി കേളപ്പന്റെ പദയാത്രയിൽ കുട്ടികളെല്ലാം കൂടെ പോയി അങ്ങനെ ഫിറ്റ് ചെയ്ത് ഗാന്ധി തൊപ്പി ഒതിച്ചു വന്നത്. ഇപ്പൊ പലർക്കും അറിയില്ല ശരിക്കും സഖാവ് രാഷ്ട്രീയം തുടങ്ങിയപ്പോ കോൺഗ്രസ്സുകാരൻ തന്നെ ആയിരുന്നു എന്നുള്ളത്. കോൺഗ്രസിൽ നിന്ന് തുടങ്ങി പിന്നെ അതിൽ നിന്ന് സ്വാഭാവികമായി മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് വന്നാണ്. AKG ഉൾപ്പെടെ എല്ലാവരും അല്ല, ഇത് ഈ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്തല്ലേ സ്കൂളിൽ പഠിക്കുന്ന 6ാം ക്ലാസ് 7ാം ക്ലാസ് പഠിക്കുമ്പോ ഗാന്ധി തൊപ്പി വെച്ചത്. പിന്നെ ബാലസംഘത്തിലേക്ക് കടന്നതോടുകൂടി തന്നെ രാഷ്ട്രീയം മാറി. AKG വരുന്നു, കൃഷ്ണപിള്ള വരുന്നു. കൃഷ്ണപിള്ളയല്ലേ ഇവിടുത്തെ പ്രധാനം. അത് കൃഷ്ണപിള്ള എനിക്ക് ഒരു സ്വന്തം ഒരു അമ്മാവനെക്കാളും സ്നേഹ കൃഷ്ണപിള്ളയോട്. അതൊന്ന് പറയോ, കൃഷ്ണപിള്ളയെ കുറിച്ചുള്ള ടീച്ചറുടെ ഓർമ്മകള്? തന്നെ കൃഷ്ണപിള്ളയോട് അല്ല, അമ്മാവനെയൊക്കെ സ്നേഹം വരാനായിട്ട് അതെന്താ? അത് ഞങ്ങള് കുട്ടികളാണ്, കുട്ടികളുമായിട്ട് ഞാനും എൻ്റെ ഇളയമ്മൻ്റെ മകളും ഉണ്ട് നമ്മുടെ വീട്ടിൽ. അപ്പൊ ഞങ്ങള് കുട്ടികളാകുമ്പോ ഇങ്ങനെ ഇരിക്കും, നമുക്ക് കഥയെല്ലാം പറഞ്ഞു തരും വെറുതെ ഇരിക്കുമ്പോ. നമ്മളെ അമ്മാമ്മമാരങ്ങനെ പറഞ്ഞു തരുമില്ലല്ലോ. അപ്പൊ സഖാവിന് കൃഷ്ണപിള്ളക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടം. കൃഷ്ണപിള്ളക്ക് അന്ന് കുട്ടികളൊന്നും ആയിട്ടില്ല, പിന്നെ കല്യാണം കഴിച്ചതാന്ന് ഭാര്യക്ക് മക്കൾ. അതേപോലെ AKG ഏറമ്പാല വീട്ടില് ഇപ്പൊ സഖാവിന്റെ അമ്മ മരിക്കുമ്പോഴൊക്കെ സ്വന്തം മകനായി കർമ്മങ്ങൾ പോലും കൂടെ നിന്നതല്ല AKG അല്ലേ? അത് അവിടെ ശ്മശാനത്തിൽ. ഓ, അന്ന് സഖാവിന് വരാൻ സാധിച്ചില്ല. ഇല്ല, അന്ന് എവിടെയോ ദൂരെയാണ്, സ്ഥലത്തെത്താൻ പറ്റൂല. പിന്നെ സഖാവിന്റെ വേറൊരു പ്രത്യേകത, കന്റോൺമെന്റ് ഹൗസിലായിരിക്കുമ്പോൾ പ്രതിപക്ഷമാണേലും ശരി, മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ശരി, ക്ലിഫ് ഹൗസിലൊന്നും വന്ന ഇതൊരു മുഖ്യമന്ത്രിയുടെ എല്ലാരും ഗീത വെച്ചിട്ടുണ്ടല്ലോ. ഗീതേനെ ഇവരുടെ എത്രയോ പത്രക്കാരികൾ വന്നിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടാ, അയ്യോ ഇതിന് മുഖ്യമന്ത്രിൻ്റെ വീടാണ്, ഒരു ഒറ്റ കാറ് പോലും കാണുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പോകാൻ വേണ്ടി ഒരു സ്റ്റാഫ് കാർ അവിടെ വെക്കും, ബാക്കി അവിടെ ആരും മുഖ്യമന്ത്രിനെ കാണാൻ ക്ലിഫ് ഹൗസിൽ വരാൻ പാടില്ല, അത് നിയമാന്ന്. ഒരു കല്യാണം ക്ഷണിക്കാനാന്ന് പോലീസ് അവിടെ ഉണ്ടാവുമല്ലോ ഗേറ്റ്. അപ്പം കവി ഇങ്ങനെ വിളിക്കുന്നുണ്ട്, നിങ്ങളെ കാണാൻ ആള് വരുന്നുണ്ട്, ഇന്നാണ് എല്ലാവരും ഇവിടെ ഓഫീസിൽ വന്നാൽ മതി. എല്ലാം ഓഫീസിൽ 9:30 ഞാൻ ഓഫീസിലെത്തും, അവിടെ വന്നാൽ മതി. ഒരൊറ്റ നമ്മളെ ആ VIP റൂം ഇത് കണ്ടതല്ലേ, വെറും ഞാനാന്നായിരുന്നു പത്രം വായിക്കൽ. അങ്ങനെയാണ്. കരുണാകരനിലെ മുഖ്യമന്ത്രി ആകുമ്പോൾ കോമ്പൗണ്ട് നിറയെ കാറാന്ന് എന്നോട് എല്ലാവരും പറഞ്ഞതാണ്. ഇവിടെ 1 ഇഞ്ച് സ്ഥലം കിട്ടൂല പിന്നെ കാറ് വെക്കാൻ, റോഡിൽ വെക്കേണ്ടി വരും. അത്രയധികം ആളുകൾ ഇങ്ങോട്ട് വന്നിട്ട് അറിയാന്ന്. ഒരൊറ്റ ആളെ ക്ലിഫ് ഹൗസിലൊക്കെ ആയിട്ട് ഒരു ഫയൽ പോലും വരുന്നത് ടീച്ചർ കണ്ടിട്ടുമില്ല. ഇല്ല, ഫയലൊന്നും കൊണ്ടുവരില്ല. എല്ലാം രാത്രി 10 മണി വരെ അവിടെ ഇരുന്ന് ഇവര് PA മാരുണ്ടല്ലോ, ഇവര് നമ്മള് ഇപ്പോഴത്തെ ഇവൻ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് പി ശശി പിന്നെ മറ്റേയാള് മരിച്ചുപോയി. ഇവരെല്ലാം ആണല്ല. അപ്പൊ എല്ലാരും അത്ര പേര് നിന്നോളുക. സഖാവ് വരാണ്ട് ഇവരൊക്കെ വരാൻ കഴിയില്ലല്ലോ. അന്നത്തെ ഫയൽ അന്നേരം നോക്കിയിട്ട് വരും. പിന്നെ ഈ എല്ലാ മിനിസ്റ്റേഴ്സും അവരെ ഫയൽ മുഴുവൻ മുഖ്യമന്ത്രിൻ്റെ മേശപ്പുറത്തല്ലേ വരുക.
അതെല്ലാം നോക്കണ്ടേ, അതിനെല്ലാം സൈൻ ചെയ്യണ്ടേ. സഖാവ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം വന്നത് കർഷക തൊഴിലാളി ഇവർക്കൊക്കെയുള്ള പെൻഷൻ പെൻഷൻ. അതൊന്നും ഓർക്കുന്നുണ്ടോ അല്ല ടീച്ചർ? അത് ഞാൻ പറഞ്ഞില്ലേ, അതിന് ഇത് എന്താ അതിൻ്റെ ഒരു തുടക്കം എന്ന് വെച്ചാൽ, ഈ സഖാവ് ഈ രാത്രിയിലും ഈ തെക്ക് വടക്ക് ഈ ചെറുവത്തൂർക്ക് സഖാവിൻ്റെ മണ്ഡലം തൃക്കരിപ്പൂര് മണ്ഡലമാണ്. അപ്പോൾ ആ ഭാഗത്ത് ഇവിടെ വന്നാൽ ആ ഭാഗത്തായിരിക്കും പല പ്രോഗ്രാം ഉണ്ടാവുക. അപ്പോൾ ഈ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വന്ന് രാത്രി 10-11 മണിക്കെല്ലാം വന്നിട്ട് ഞാൻ ഉറങ്ങുന്നുണ്ടാവും. അപ്പുറത്താണ് നേരെ ഈ വീടൊന്നും എടുത്തിട്ടുണ്ട്, അപ്പുറത്തെ സഖാവിൻ്റെ വീട്ടിൽ. അപ്പോൾ മേലെയാണ്. അപ്പോൾ കാറിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ ഞാൻ എണീറ്റ് മേലെ നിന്ന് നോക്കും. ഒരു സഖാവ് നടന്നിട്ട് അവിടെ ഉള്ളിലുള്ളന്നേരം വരില്ല, പണ്ടത്തെ ഇതല്ല. അങ്ങനെ അപ്പോൾ വന്നിട്ട് എന്നോട് ഓ നീ എന്ത് 10 മണിക്ക് കിടന്നുറങ്ങ്, നീ കാണുന്ന എൻ്റെ മീറ്റിങ്ങിന് ഓരോ സ്ഥലത്തും അമ്മമ്മമാരും അമ്മാമ്മമാരും ഇങ്ങനെ വടിയും കുത്തി പിടിച്ച് വരുന്നു അവരെല്ലാം. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്നെ വന്ന് കെട്ടിപ്പിടിക്കും, ഇങ്ങനെ പണ്ട് ഒളിച്ച സ്ഥലമല്ലേ, അപ്പോൾ അവിടുത്തെ കാരണവന്മാരല്ലേ വരുന്ന്. അപ്പം അങ്ങനെയുള്ളവർ വന്ന് വിളിക്കുമ്പോൾ സഖാവിന് തന്നെ ഒരു ഇത് സന്തോഷവും ഇതും. പക്ഷേ കൊടുക്കാൻ വെച്ചാൽ ആർക്കെല്ലാം കൊടുക്കുക, അത്രയും ആൾ വന്നിരിക്കുന്നില്ല. അപ്പം ഞാൻ അതിൻ്റെ പേരില്ല ഞാൻ ചോദിച്ചത്, അല്ലാതെ ഇങ്ങനെ എല്ലാവരും നിങ്ങളിങ്ങനെ സ്നേഹിക്കുന്നു, എല്ലാവരും നിങ്ങൾ എല്ലാം ഉണ്ട്, പക്ഷെ അവർക്ക് നിങ്ങളെന്ത് കൊടുത്തു? എന്തെങ്കിലും നിങ്ങൾക്ക് ചായ പിടിക്കാൻ കൊടുക്കണ്ടേ? ഞാൻ എത്രയാക്കാ കൊടുക്കുക? അത് അങ്ങനെ ഇതിൽ നിന്ന് ഉടലെടുത്തതാണ് ഈ കാർഷിക പെൻഷൻ, അറിയാ? അതാണ് ആദ്യത്തെ പെൻഷൻ. അത് ഇതിനിടയ്ക്ക് പേപ്പറിൽ എഴുതിയിട്ടുണ്ടല്ലോ, ദേശാഭിമാനിൽ. അതെങ്കിലും അവർ ചെയ്തൊരു ഉപകാരം. ആദ്യത്തെ കാർഷിക പെൻഷൻ നടപ്പിൽ വെച്ചത് ഈ കെ നയനാർ എന്നിട്ട് ഫോട്ടോ കൊടുത്തിന്. മറ്റിപ്പോൾ ഈ കെ നയനാർ ശബ്ദം ഒന്നിലും കാണുന്നില്ലല്ലോ, അത് നോക്കി. അത് അങ്ങനെ അന്നുണ്ടായിരുന്നു സഖാവിൻ്റെ ഫോട്ടോ കൊടുത്തിട്ട് അതാ ആദ്യത്തെ പെൻഷൻ നടപ്പിൽ വരുത്തിയത് ഈ കാർഷിക പെൻഷനാണ്. എന്നിട്ട് പിന്നെയാണ് അതിനോടനുബന്ധിച്ച് പല പല പെൻഷനും വന്നു. ആ 45 രൂപയെന്നായി ഇന്നിപ്പം 3600 അത്ര വാങ്ങുന്ന 3200 എത്തിയില്ലേ? ആ 45 എത്തുന്നു. എന്നിട്ട് എന്നോട് എനിക്ക് ഡോക്ടർ ലളിത മരിച്ചുപോയി തിരുവനന്തപുരത്ത്. ഞാൻ പോയാൽ ഇപ്പം ഡോക്ടർ ലളിത എന്നെ കണ്ടിട്ടേ വരും, എൻ്റെ ഡോക്ടറാണ്. അപ്പോൾ ഒരു ചക്കപ്പരം നടത്തിയിട്ടേ വരുള്ളൂ. അപ്പോൾ ഡോക്ടർ കുറേ ചെറിയ ചെറുപ്പക്കാരികളുണ്ട് ഡോക്ടർമാർ, ഇതെല്ലാം കഴിഞ്ഞ് വന്ന ഉടനെയുള്ളവരെല്ലാം. അപ്പോൾ അവർക്കെല്ലാം ഞാൻ പോകുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടമാണ്. അപ്പോൾ എന്നോട് പറയാം, ഈ നമ്മുടെ ചീഫ് മിനിസ്റ്റർ പിന്നെ ബുക്ക് ഞാൻ എഴുതിയ ബുക്ക് ഞാൻ വായിച്ചു, പക്ഷേങ്കിൽ ഓരോ പെൻഷനെ പറ്റിയിട്ടും കൊടുത്തതും അവർ പറയും. പിന്നെ എന്തോ ഒരു കാര്യം കൂടെ അതും കൂടി ചെയ്യാമായിരുന്നു സാറിന്, ഏതാണെന്ന് എനിക്ക് ഇപ്പോൾ ഓർക്കുന്നില്ല. അങ്ങനെയാണ് അപ്പോൾ അതെല്ലാവരും അത് അംഗീകരിച്ചൊരു കാര്യമാണെന്നല്ല. ആ 45 രൂപ കാർഷിക പെൻഷനാണ് ഇന്ന് കാണുന്ന മറ്റ് എല്ലാ പെൻഷനുകളും. ഇങ്ങനെ പല 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 പെൻഷനും വന്നത് ഈ കാർഷിക പെൻഷനാണ് ആദ്യം നടപ്പിൽ വന്നത്.